ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ഡോഗ് സ്ക്വാഡ്, അതായത് ശ്വാനസേനയായ കേരള പോലീസിൻ്റെ ശ്വാനസേനയുടെ അത്യുഗ്രം പ്രകടനം ഇതാ കണ്ടോളൂ. സംസ്ഥാന പോലീസിന്റെ ഭാഗമായ കേണൽ സ്ക്വാഡ് ഇവിടെ ഒരു പ്രദർശനം ഒരുക്കിയിട്ടുള്ളത്. ഇതിനകത്ത് ചെയ്യുന്നത് നമ്മൾ സാധാരണ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് ചെയ്യുന്ന എക്സസൈസുകൾ കൂടാതെ നിങ്ങൾക്ക് ഒരു എന്റർടൈൻമെന്റ് എന്നുള്ള നിലയ്ക്ക് ഓരോ ഹാൻഡ്ലേഴ്സും അവരെ ഡോഗുമായിട്ടൊരു ബോണ്ടിങ് ഉണ്ടാക്കാൻ വേണ്ടി ചില എക്സ്ട്രാ ആക്ടിവിറ്റീസ് ചെയ്യാറുണ്ട്. അതും ഒരു ഡെമോൺസ്ട്രേഷൻ ആയിട്ട് ഇവിടെ കാഴ്ചവെക്കുന്നുണ്ട്. നമുക്ക് തുടങ്ങാൻ പരിപാടി. ഏതൊരു സ്ഥാപനത്തിന്റെയും വിജയം അച്ചടക്കം തന്നെയാണ്, അല്ലേ? അപ്പോൾ നമ്മുടെ പ്രത്യേകിച്ച് ഒരു സേന എന്ന് പറയുമ്പോൾ അച്ചടക്കത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അപ്പൊ നമുക്ക് 9 മാസമാണ് നമ്മുടെ ഡോഗിന്റെ ട്രെയിനിങ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ വാർത്തെടുക്കുന്നതും 9 മാസത്തെ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ്. അപ്പൊ നമ്മുടെ ഡോഗിനും അതേ കാലയളവ് തന്നെയാണ് ട്രെയിനിങ്. അപ്പൊ അതിലൂടെ ആർജിച്ച അവരുടെ ഒബീഡിയൻസ്, ഹാൻഡലറുടെ കൂടെ നടക്കുക, ഹാൻഡലറുടെ കമാൻഡിനനുസരിച്ചുള്ള പ്രവൃത്തികൾ ചെയ്യുക, അതൊക്കെ നമുക്കൊന്ന് വീക്ഷിക്കാം. Important ചെയ്യുന്നു. അപ്പം ഡോഗോ ഇമ്പോർട്ടൻറ്റ് ചെയ്തു. ലൈക്ക് above hand. Above hand. Break your time. Slow. Come on. Odd. Above hand. ആദ്യം ക്വിക്ക് മാർച്ച് ആയിരുന്നു. സ്ലോ മാർച്ചിൽ മാർച്ച് ചെയ്യണവര്. Above hand. മാസ്റ്റേഴ്സും സ്റ്റാൻഡേഴ്സ് ആയി, ഈസി പൊസിഷനായി. ഡോഗും ഈസി പൊസിഷനിലായി. ലേഷനിൽ അവർ തുറന്നു വിടുകയാണ്. അവർ സ്വതന്ത്രരായി. ഓടിപ്പോകാതെ അവിടെ തന്നെ അവരിയ്ക്കും. അവരുടെ കമാൻഡിനനുസരിച്ചുള്ള പ്രവൃത്തികൾ ചെയ്യും. ഒരു ഡിസ്റ്റൻസ് കൺട്രോളിലുള്ള ഒബീഡിയൻസ് ആണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പൊ 5 പേസ് അകലത്തില് ഹാൻഡ്ലേഴ്സ് വെക്കുന്നു. ഇവിടുന്ന് ഹാൻഡ്ലേഴ്സിന്റെ നിർദ്ദേശം അനുസരിച്ച് അവര് പ്രവർത്തി ചെയ്യും. അപ്പ് എന്ന് പറയുമ്പോൾ എഴുന്നേറ്റ് നിൽക്കും, സിറ്റ് എന്ന് പറയുമ്പോൾ ഇരിക്കും, ഡൗൺ എന്ന് പറയുമ്പോൾ ഡൗൺ പൊസിഷനിൽ വരും. അത് കാണാവുക. അപ്പ് എന്നുള്ള കമാൻഡില് ഡോഗ് എണീറ്റ് നിന്നു. നിങ്ങൾ ഓഫീസേഴ്സ് സല്യൂട്ട് ചെയ്യണ കണ്ടിട്ടില്ലേ? ഡോഗ് സല്യൂട്ട് ചെയ്യുന്ന ഈ വിധത്തില്ല. അവളല്പം കയറി പോയി മാസ്റ്റർ കമാൻഡിൽ സ്റ്റെപ്പ് ബാക്ക് ചെയ്തു. ഈസി പൊസിഷനാണ്. സ്ലീപ്പ് നമ്മൾ സാധാരണ കിടക്കണ പോലെ തന്നെ അവർ കിടന്നിട്ടുണ്ട്. അവർക്ക് സ്ഥലം പോരാ. Call on come.
ടേക്ക് എന്നുള്ള കമാൻഡിൽ ഒരു സംസാരിച്ചു തുടങ്ങും. മായക്ക് അപ്പം ദേഷ്യമുണ്ട് തോന്നുന്നു. ഇത്ര ആൾക്കാരെ വെച്ച് എന്നെ കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കണമെന്നാണ് പറയണത്. ഓബീഡിയൻസ് കണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞങ്ങൾ കരുതണോ? ഇല്ലേ? നന്നായില്ലേ? നല്ല ക്ലാസ് കൊടുക്കാം. വെരി ഗുഡ്, താങ്ക് യു. അടുത്ത നമ്മൾ ഡ്യൂട്ടിക്ക് VIP വരുന്ന സമയത്ത് അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ലൊരു ക്ലാസ് കൊടുക്കാം കേട്ടോ. നല്ല വർക്കായിരുന്നു. ശങ്കരയുടെ ഒരു കറക്റ്റില്ലായിരുന്നാ? അത് തന്നെയല്ലായിരുന്നാ? വടംവലി വളരെ ആവേശമുള്ളൊരു മത്സരം അല്ലേ, ഒരു കായിക വിനോദ. അപ്പൊ ഇവിടെ 2 വനിതാ രത്നങ്ങൾ തയ്യാറായി വന്നിട്ടുണ്ട്. വടം വലിച്ചു നോക്കാം, ആരാ ജയിക്കണേന്ന് നോക്കാം. വടംവലിക്കാനായിട്ട് എത്തിയിട്ടുള്ളത് മായയും സോനയാണ്. അത് കാപ്പി ചെയ്യാം. ശക്തമായ വടംവലി നടന്നുകൊണ്ടിരിക്കുന്നത്. വിട്ടുപോയി. ഒന്നോടെ അവൾക്ക് തെറ്റുപറ്റിപ്പോയതാണ്. നമുക്ക് ക്ഷമിച്ചു കളയാം. മത്സരത്തിന്റെ രസം അവള് കളഞ്ഞു പിടിച്ചു. ഓരോ ദിവസം തെറ്റി തരില്ല കേട്ടോ. ആദ്യം നഷ്ടപ്പെട്ടതിന്റെ ഒരു വാശിയുണ്ട് മായക്ക്. സോന ജയിച്ചു. മായയുടെ ദിവസമല്ല എന്ന്. മായക്ക് തോറ്റുപോയതിന്റെ വിഷമം തീർന്നിട്ടില്ല. അടുത്തൊരു ഹ്യൂമൻ ബോഡി സെർച്ചാ. അത് നമ്മൾ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. ഈ പറഞ്ഞ പോലെ ലഗേജ് സെർച്ച് നമ്മൾ ചെയ്തു. അതുപോലെ ഇപ്പൊ നിങ്ങളൊക്കെ ഇതുപോലെ കൂടി നിൽക്കുന്നു. ഇവിടെയൊക്കെ ആരെങ്കിലും സ്ഫോടകവസ്തുക്കളായിട്ട് വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ നമ്മള് എക്യുപ്മെന്റ്സ് ഉപയോഗിക്കേണ്ടത്, അതുപോലെ ഡോഗിനെ ഉപയോഗിക്കേണ്ടത്. ഇന്ന് ലോകത്ത് ഡോഗിനേത്തോളം ആക്യുറസി ഉള്ള ഒരു ഡിവൈസും കണ്ടുപിടിച്ചിട്ടില്ല. എല്ലാ സുരക്ഷാ സേനകളും ഏറ്റവും പ്രാധാന്യം നൽകുന്നത് ഡോഗിലാണ്. അവര് ISPG ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ഡോഗ് ഉണ്ടെങ്കിൽ ഇത് സമ്മതിക്കുള്ളൂ. അപ്പൊ അത്ര പ്രാധാന്യമുള്ളതാണ്. നമുക്ക് മനുഷ്യരിൽ ഇത് വെച്ചിട്ട് ഡോഗ് കണ്ടുപിടിക്കുന്ന ഒരു വിധം കാണാം. ഇത് സെയിം ഇൻഡിക്കേഷൻ തന്നെ ഇരുന്ന് കാണിക്കും. ആരെങ്കിലും കൊണ്ട് 4-5 പേര് 6 പേര് വരും താല്പര്യമുള്ളവര്. നമ്മുടെ കുഞ്ഞൻ വിഭാഗത്തിൽപ്പെട്ട ബീഗിൾ വിഭാഗത്തിൽപ്പെട്ട അതിന്റെ ബ്രീഡ് നെയിം ബീഗിൾ എന്നാണ്. ടെഡി പേര്, കൊച്ചി സിറ്റിയിലാണ്. നമ്മള് വലിയ ബ്രീഡുകളാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷെ ഇവിടെ എയർപോർട്ടൊക്കെ ഉള്ളതുകൊണ്ട് VIP വന്നാൽ ഫ്ലൈറ്റ് ഒക്കെ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കോക്പിറ്റിലൊക്കെ കയറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്മോൾ ബ്രീഡേഴ്സിനെ പറ്റുള്ളൂ. വലുതായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അപ്പൊ അതുകൊണ്ട് വേണ്ടിയിട്ട് നമ്മൾ തിരഞ്ഞെടുത്തേക്കാണ്. ഇവർക്ക് എൻഡ്യൂറൻസ് കുറവാണ്, പക്ഷെ നമുക്ക് വളരെ ഫലപ്രദമായ ഒരു വർക്ക് ചെയ്യും. ചെറിയ സമയം നമുക്ക് കിട്ടുള്ളൂ മാത്രമേ ഉള്ളൂ. നമുക്ക് നോക്കാം. ഇത് 5 വയസ്സ്. 5 വയസ്സുണ്ട് ചെടിക്ക്.
റിവാർഡൊക്കെ ഉണ്ടോന്ന് അവള് ചെക്ക് ചെയ്യണ്ട്, എന്നിട്ട് ഞാൻ വർക്ക് ചെയ്യണല്ലോ എന്നാ പറയണത്. പോക്കറ്റിലൊക്കെ ഉണ്ടോന്ന് നോക്കണ്ട കേട്ടോ. ആവേശം പോരല്ലോ, നിങ്ങൾ എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്നതാണോ അതോ ആവേശം കുറഞ്ഞു പോയോണ്ടാണോ? ഇങ്ങനെയാണ് ഹ്യൂമൻ ബോഡി സെർച്ച് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളിവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങളെയൊക്കെ സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഡോഗ് വന്ന് സെർച്ച് ചെയ്യും. ഓക്കെ, താങ്ക് യു. നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ ആവേശം പുറത്തേക്ക് വന്നോട്ടെ, കൈയടിച്ചോ. കൈയടിക്കുന്ന കുറവാണ്, അതുകൊണ്ട് ഇത്രയും മതി എന്നാവും പറയണത്. നിങ്ങളുടെ ആവേശം അത്രയേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഇത്ര ചെയ്യുന്നുള്ളൂ എന്നാ പറയണത്. ഓക്കെ, താങ്ക് യു. വേണ്ടെന്ന് പറയണേ, ഒരു സ്ഥിരമായിട്ട് കഴിക്കുന്ന ഫുഡാണത്. ലാഭം എന്നൊക്കെ പറഞ്ഞാൽ എപ്പോ ഫുഡ് കിട്ടിയാലും എത്ര കിട്ടിയാലും കഴിക്കുന്ന ആളാ. നിങ്ങളുടെയൊക്കെ വീട്ടിലുണ്ടാവുമായിരിക്കും ചിലപ്പോ. അവർക്ക് എത്ര കഴിച്ചാലും വയറ് പൊട്ടിപ്പോകുന്നുണ്ടെങ്കിലും കഴിച്ചോണ്ടിരിക്കും. അതിന്റെ അവള് ഇരിക്കില്ല അതുപോലെ. നമുക്ക് നോക്കാം. യെസ്, കണ്ടോ, വളരെ അവർക്ക് വേണ്ടാഞ്ഞിട്ടൊന്നുമല്ല, അവർക്ക് ആവശ്യം ഉണ്ടായിരുന്നു. പക്ഷെ മാസ്റ്റർ കൊടുത്താൽ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്ന് അവർക്കറിയാം. ക്ലാപ്പ് ചെയ്യാൻ ഞാൻ എപ്പോഴും പറയണ്ട, പങ്കെടുക്കുന്ന ആൾക്കാർക്ക് അല്ലേ. സ്പോർട്സിലാണെങ്കിലും അങ്ങനെയാണല്ലോ, നമുക്ക് പെർഫോം ചെയ്യാൻ കൂടുതൽ താല്പര്യം ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു ആവേശം ഉണ്ടാവുക കണ്ടു നിൽക്കുന്ന ആൾക്കാരുടെ സപ്പോർട്ടിനനുസരിച്ചാണ്. ഇതൊന്നും ഇതിന് പറഞ്ഞ് നിർബന്ധമായും ചെയ്യേണ്ട പ്രവൃത്തികളൊന്നുമല്ല. ഹാൻഡലർ ഡോഗുമായിട്ടൊരു ബോണ്ടിങ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ഒരു പ്ലേ മൂഡിലെത്തും, അവർക്കത് സന്തോഷം നൽകും. സന്തോഷം നൽകി കഴിഞ്ഞാൽ നമ്മുടെ ട്രെയിനിങ്ങിനും അത് കൂടുതൽ ഗുണമായിരിക്കും. ഹാൻഡലേഴ്സ് അവരെ ഇഷ്ടപ്രകാരം ഓരോ കാര്യങ്ങൾ ചെയ്യണതാണ്. കടാവർ ഡോഗാണത്. നമുക്ക് ഇന്ത്യയില് കേരള പോലീസിൽ മാത്രമേ ഈ ട്രേഡിൽ ഡോഗുള്ളൂ. കടാവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ കലാമിറ്റീസിലൊക്കെ മരണപ്പെട്ടു പോയ ആൾക്കാരെ ഡെഡ് ബോഡി കണ്ടെത്തുന്ന ഡോഗ്. ആംബുഷൊക്കെ നടക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ മാസ്റ്ററുടെ കൂടെ ഡോഗ് ജീവിതത്തിലേക്ക് ആയിരിക്കും. അർജുനെ നിങ്ങൾ കണ്ടതാണ്, എക്സ്പ്ലോസീവ് ഡോഗാണ്.
മാസ്റ്ററുടെ കമാൻഡിൽ മാർച്ച് ചെയ്യുമ്പോൾ സിറ്റ് എന്നുള്ള കമാൻഡ് കൊടുത്തു. ഡോഗ് അവിടെ സ്റ്റേ ആയി സിറ്റിൽ. അപ്പിൽ സ്റ്റേ. മാസ്റ്റർ പുറകോട്ട് കിടക്കുമ്പോൾ ഡോഗ് ഒപ്പം പുറകോട്ട് കിടക്കുന്നു. ഹഡിൽ സ്റ്റംപാണ് അടുത്തത്. നമുക്ക് ഇപ്പൊ ഡോഗിന് എല്ലാ സ്ഥലത്തും നമുക്ക് ഇതുപോലെ തന്നെയുള്ള സ്മൂത്തായ സ്ഥലത്തൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ഓബ്സ്റ്റക്കിൾസും നമുക്ക് തരണം ചെയ്യേണ്ടി വരും. അപ്പൊ അതിനുവേണ്ടിയുള്ള ട്രെയിനിങ് ആണ് ഇത് കൊടുക്കുന്നത്. ഹഡിൽ സ്റ്റംപ്. ഈ ഹഡിൽ സ്റ്റംപും അതിന്റെ കൂടെ ഒരു ഫയർ ജമ്പും കൂടെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഷോ അവസാനിക്കുകയാണ്. അതൊക്കെ ചെറിയ ഒബ്സ്റ്റക്കിൾ ആണെന്നാണ് പറയുന്നത്. ചെറിയ വളയത്തിൽ കൂടെ ചാടുമെന്ന് നോക്കാം. നമുക്ക് ഇനി ഈ ഇറങ്ങിയിൽ തീ കൊടുത്തിട്ട് അതിനകത്തോട് ചാടിച്ചു നോക്കാം. ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഷോ അവസാനിക്കുകയാണ്. വളരെ സ്കിപ്പ് ചെയ്ത് കളഞ്ഞോളൂ. എളുപ്പം. നമ്മുടെ ഷോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ ഇത്ര നേരം വീക്ഷിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും കേരള ജില്ലയിലെ കിണറ്റുകൊണ്ട് വലിയ നന്ദി അറിയിക്കുന്നു. താങ്ക് യു.